കൊരട്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പിറകിലെ റെയിൽവേ ട്രാക്കിലാണ് ബിനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ബിനു ഭാര്യ ഷീജയെ വെട്ടിക്കൊന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ വരുന്നത്. എന്തായാലും ചാലക്കുടി കൊരട്ടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 38 വയസ്സുള്ള ഷീജയാണ് ഈ ഭർത്താവ് വെട്ടിക്കൊന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ബിനുവും ഷീജയും തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ 3 മാസത്തോളമായി ഈ ബിനുവിന് തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ മീൻ വിൽപ്പനയായിരുന്നു തൊഴിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ബിനു ജോലിക്ക് പോകാത്തതിന് ചൊല്ലി വീട്ടിൽ തർക്കം പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് രാവിലെ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഈ ഷീജയും അതുപോലെ തന്നെ 2 മക്കളെയും ബിനു ഈ മീൻ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഷീജയുടെ കഴുത്തിനാണ് ഈ പരിക്കേറ്റത്. കുട്ടികളുടെയും കഴുത്തിനാണ് വെട്ടേറ്റതെന്ന് പറയുന്നു. ഈ കുട്ടികൾ പരിക്കേറ്റ 2 കുട്ടികളും സമീപത്തെ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തുകയായിരുന്നു. ആ സമയത്ത് അവിടെ ചെറിയ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരോട് ഈ കുട്ടികൾ വിവരം പറയുകയായിരുന്നു. പിന്നീട് ഈ കുട്ടികളെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോഴേക്കും ഈ ഷീജ മരിച്ച നിലയിലായിരുന്നു. ബിനു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഒരു 7:30യോടുകൂടി ഈ കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലത്തെ റെയിൽവേ ട്രാക്കിലാണ് ബിനു ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിലേക്ക് കണ്ടെത്തുന്നത്. പോലീസ് എത്തി പരിശോധന നടത്തി ആത്മഹത്യ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബിനുവിന്റെ മൃതദേഹം ഇപ്പോൾ ഈ കൊരട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷീജയുടെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി. അല്പസമയത്തിനകം ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരം എന്നുള്ളതാണ് പറയുന്നത്. 11 വയസ്സുള്ള അഭിനവ്, അനുഗ്രഹ എന്നീ 2 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായതിനെ തുടർന്ന് അപ്പോളോ ആശുപത്രിയിലേക്ക് നിലവിൽ ഇതിലൊരു കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ഇതിനെക്കുറിച്ച് ചില പ്രദേശവാസികൾ കൂടി നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുന്നു. കുഴിപ്പള്ളി ബിനു അവരുടെ ഭാര്യയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി. ഒപ്പം 2 കുട്ടികൾക്കും ഉറക്കത്തിൽ വെട്ടേറ്റു. ആ 2 കുഞ്ഞുങ്ങളും രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കൂടിയിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വെളുപ്പാങ്കാലത്ത് 6:30 മണിയോടുകൂടി ഓടി ചെല്ലുകയായിരുന്നു വെട്ടേറ്റ്. അവിടെ ചെന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. ഉടനെ നാട്ടുകാർ ഈ 2 കുട്ടികളെയും ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഭാര്യ വെട്ടേറ്റ് മരിക്കുകയും ഭർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്ത വാർത്തയാണ് രാവിലെ അറിഞ്ഞത്. സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പൊതുവെ ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് നാട്ടുകാരും തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം പറയുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് അരങ്ങേറിയത്. രാവിലെ 6 മണിക്ക് ഭാര്യ വെട്ടിക്കൊല്ലപ്പെടുന്നു, പിന്നീട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുക?